ഹായ്, സൈലം PSC യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ദേവസ്വം ബോർഡ് പരീക്ഷയിൽ നിർണായക വിഷയമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിലെ ഒരു പ്രധാന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ക്ഷേത്രം, ക്ഷേത്രകാര്യങ്ങൾ, ഹൈന്ദവാചാരങ്ങൾ, ഹൈന്ദവ സംസ്കാരം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രധാന ടോപ്പിക്ക് അല്ലെങ്കിൽ മുൻ വർഷ പരീക്ഷകളിൽ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് കണ്ടന്റുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇനി സൈലം PSC ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ 300-ൽ പരം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ 36 വേക്കൻസികൾ LD ക്ലർക്കാണ്. +2 യോഗ്യത മാത്രം മതി. 6 മാസത്തിനുള്ളിൽ അപേക്ഷ ക്ഷണിച്ച് പരീക്ഷ നടത്തി നിങ്ങൾക്ക് ജോലിയിലേക്ക് ഈ വർഷം 2025-ൽ തന്നെ പ്രവേശിക്കാൻ കഴിയുന്ന കാലതാമസം ഒന്നുമില്ലാത്ത ഒരു പരീക്ഷയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് സ്പെഷ്യൽ ടോപ്പിക് എന്ന് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ക്ഷേത്രം, ക്ഷേത്രഭരണം, ഹിന്ദു സംസ്കാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, വിവിധ ദേവസ്വം ബോർഡുകൾ, അവയുടെ ഭരണക്രമം, അവയെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവുകളാണ്. ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന പല ദേവസ്വം ബോർഡുകൾ, അവയുടെ അടിസ്ഥാന വിവരങ്ങൾ, അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പ്രാധാന്യവും അവയുടെ ആ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കേരള ക്ഷേത്ര വാസ്തുവിദ്യ, നമുക്കറിയാം ഒറ്റക്കൽ മണ്ഡപമൊക്കെ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട്. കേരളത്തിലെ കലാക്ഷേത്രങ്ങൾ, അത് എവിടെ എന്തൊക്കെ കലകളാണ്, ചെണ്ട, അതുപോലെ ഇടയ്ക്ക തുടങ്ങിയവയൊക്കെ പഠിപ്പിക്കുന്ന കലാക്ഷേത്രങ്ങളുണ്ടോ? ഇനി ക്ഷേത്ര ഉത്സവങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ ക്ഷേത്രങ്ങളിലെയും നടത്തി വരുന്ന ഉത്സവങ്ങൾ, പൈങ്കുനി ഉത്രം, മകരസംക്രാന്തി, വിഷു ഉത്സവം, അല്ലെ, ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ആറന്മുള സദ്യ, ഇതൊക്കെ ഉത്സവത്തിൻ്റെ ഭാഗമായി കൊണ്ടാടുന്ന കാര്യങ്ങളാണ്. ഇവയും നമുക്ക് ചോദ്യരൂപേണ പ്രതീക്ഷിക്കാം. ഹിന്ദു സംസ്കാരം, സനാതനധർമ്മം, ഹിന്ദു സംസ്കാരം, അവയ്ക്ക് പിൻബലമേകുന്ന വേദോപനിഷത്തുകൾ, പുണ്യപുരാണ ഗ്രന്ഥങ്ങൾ, ഇവയൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അതിൽ തന്നെ ഇതാ ഇപ്പോൾ പറയുന്നുണ്ട് എന്താണ് വേദങ്ങളെക്കുറിച്ച്, മതപരമായ പാരമ്പര്യം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സനാതനധർമ്മമൊക്കെ. ഇനിയുള്ളത് പുരാണങ്ങളാണ്. ഹൈന്ദവ പുരാണങ്ങളെക്കുറിച്ചുള്ളൊരു അറിവ് നമുക്ക് ആവശ്യമാണ്. ഹിന്ദു സാഹിത്യങ്ങളും അവയുടെ സംഭാവനകളും, ഹൈന്ദവ സാഹിത്യം എത്രത്തോളം മലയാള ഭാഷയെ പരിപോഷിപ്പിച്ചിട്ടുണ്ട്, പൂന്താനം പോലുള്ളവരുടെ ഭക്തി പ്രസ്ഥാനം, ചെറുശ്ശേരി, പൂന്താനം തുടങ്ങിയവരുടെയൊക്കെ, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്, അവരുടെയൊക്കെ കൃതികൾ എത്രത്തോളമാണ് ഭക്തിശാഖയെ മുന്നോട്ട് കൊണ്ടുവന്നത്, അതും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ വന്ന സമയം തന്നെ സൈലം PSC ഉദ്യോഗാർത്ഥികളുടെ ഒരു സ്വപ്നത്തിന്, അതായത് കൃഷ്ണൻ്റെ അടുത്ത് തന്നെ അല്ലെങ്കിൽ കൃഷ്ണനാമധേയത്തിലുള്ളൊരു ജോലി എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവവിശ്വാസികളായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ, അല്ലേ, നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട് ദൈവവിശ്വാസം വേണമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് സപ്പോർട്ടായിട്ട് സൈലം PSC ഉണ്ട്. അതിലേറ്റവും പ്രധാന ഘടകമായ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമുള്ളൊരു ബാച്ച് വെറും 500 രൂപയിൽ താഴെയുള്ളൂ. നിങ്ങൾക്കിപ്പോൾ പർച്ചേസ് ചെയ്യാം. നാളെയാണ് ബാച്ച് ലോഞ്ചിങ്, അതായത് നാളെ 10-ാം തീയതി കേട്ടോ. ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നാളെ എന്ന് പറഞ്ഞത്. 10-ാം തീയതി വ്യാഴാഴ്ച നമ്മൾ ഐശ്വര്യമായിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബാച്ച് ആരംഭിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് നമുക്കറിയാം മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാവും പരീക്ഷ. ഓഗസ്റ്റിൽ പരീക്ഷ നടത്തിയാൽ സെപ്റ്റംബർ, ഒക്ടോബറിലോടുകൂടി തന്നെ റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു നടപടിക്രമത്തിലേക്കൊക്കെ പോകും. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ഇത് പഠിച്ച് തീർക്കേണ്ടതുണ്ട്. കുറച്ച് വാസ്റ്റ് സിലബസ് ആണ് സ്പെഷ്യൽ ടോപ്പിക്ക്. വേണമെങ്കിൽ നിങ്ങളെ സമാധാനിപ്പിക്കാൻ കുറച്ചേ ഉള്ളൂ എന്ന് പറയാം, അല്ല, കുറച്ച് കൂടുതലായിട്ട് തന്നെയുണ്ട്. അപ്പോൾ അത് കുറച്ച് ഉള്ള കാര്യങ്ങൾ കാടടച്ച് പഠിക്കാതെ പഴുതടച്ച് പഠിച്ച് പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ പഠിച്ച് അത് മാർക്കായിട്ട് പരിണമിക്കണം. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ അറിയാമല്ലോ, സ്പെഷ്യൽ ടോപ്പിക്ക് കടൽ പോലെ പഠിച്ചവർക്കൊന്നും കിട്ടിയിട്ടില്ല. ഏറ്റവും സിമ്പിളായിട്ട്, ഏറ്റവും ക്രിസ്പി ആയിട്ട്, ഏറ്റവും വേണ്ടുന്ന ഭാഗങ്ങൾ മാത്രം എടുത്ത് പഠിച്ചവർക്കാണ് അതിൽ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മാർക്ക് ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബാച്ച് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് ദേവസ്വം ബോർഡ് എക്സാം ബാച്ച് എന്ന് പറഞ്ഞിട്ട് കോർ സബ്ജക്ട്സ് ഉൾപ്പെടെയുള്ള, അതായത് കോർ സബ്ജക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മെൻ്റൽ എബിലിറ്റി, മാത്സ്, അതുപോലെ തന്നെ എന്താണ് ഇംഗ്ലീഷ്, എല്ലാം ഉൾപ്പെടുന്ന കോർ സബ്ജക്ട്സ് പ്ലസ് അതിനകത്തും സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതും ചേർത്തിട്ടുള്ളൊരു ക്ലാസ് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിൻ്റെയും ലോഞ്ചിങ് നാളെയാണ്. അപ്പോൾ 10-ാം തീയതിയാണ് നാളെ, മീൻസ് ഏപ്രിൽ 10-നാണ് സ്പെഷ്യൽ ടോപ്പിക്ക്.
ബാച്ചും അതുപോലെ കേരള ദേവസ്വം ബോർഡിൻ്റെ ഓൾ സബ്ജക്ട് ബാച്ച് ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏവരെയും ഞാൻ ബാച്ചിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. തുടക്കം മുതൽ തന്നെ പഠിച്ചു പോകണം. അവിടെ പിന്നെ കുറച്ച് ദിവസം കഴിയട്ടെ എന്നിട്ട് പഠിക്കാം അങ്ങനൊരു ചിന്തയൊന്നും വരണ്ട. ആദ്യമേ തന്നെ പഠിക്കണം. വെറും 3 മാസത്തിനുള്ളിൽ എല്ലാം പഠിച്ച് തീർത്ത് നല്ലൊരു റിവിഷനും ചെയ്ത് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ഷേത്രങ്ങളും പ്രധാന വഴിപാടുകളുമാണ്. എന്താണ് വഴിപാട്? ഒരു ഭക്തന്റെ മനസ്സിൽ ഭക്തനും ഈശ്വരനും തമ്മിലുള്ള ഒരു താതാത്മ്യം പ്രാപിക്കലുണ്ടല്ലേ, ഒരു ആത്മബന്ധം. നമ്മൾ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് പലരും ഒരു നെഗറ്റീവ് ചിന്തയോടെ ഉണരുന്നവരുണ്ട്. തനിക്ക് ആരുമില്ല, താൻ ആരുമല്ല. ഇത് മാവേലി മന്ത്രം എന്ന് പറയുന്ന മാവേലി മന്ത്രത്തിലാണോ ഒറോദയിലാണോ ഒറോദ കാക്കനാടൻ്റെ ഒറോദ എന്ന നോവലിൽ പറയുന്ന ഒരു വാക്കാണ്. തനിക്കാരുമില്ല, താൻ ആരുമല്ല എന്ന ചിന്തയിൽ നിന്നാണ് സ്വന്തം അസ്തിത്വം തേടി ഒരു മനുഷ്യൻ നടക്കുന്നതെന്ന് വല്ലതും മനസ്സിലായോ? രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും എനിക്ക് ആരും ഇല്ലല്ലോ എൻ്റെ ഈശ്വര എന്ന്. അടുത്ത നിമിഷം ചിന്തിക്കും ഈശ്വര ഞാൻ ആരുമല്ലല്ലോ, ഞാൻ ഒന്നും ആയില്ലല്ലോ, ഇവിടെ ഇപ്പോഴും 0 ആയിട്ട് നിൽക്കുകയല്ലേ. അങ്ങനെയുള്ളൊരു ചിന്ത നല്ലതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അല്ലേ. അവിടെ നമ്മൾ ആദ്യം കൂട്ടുവിളിക്കുന്നത് എൻ്റെ ദൈവമേ, എൻ്റെ ഈശ്വര എന്നായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടദൈവങ്ങളുണ്ടാവും. ഇഷ്ടദേവതാ സങ്കല്പം എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും. എന്തിനെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആസ്തികനാണെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ഒരു ഇഷ്ടദൈവത്തിനെ നിങ്ങൾ കാത്ത് നിങ്ങളെ കൂടെ നിർത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു ആത്മബലം വരും. നമ്മുടെ കോൺഫിഡൻസ് മനസാന്നിധ്യമൊക്കെയാണ് അത് വിജയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു അല്ലേ. അത്തരത്തിൽ എനിക്കും ദേവിയാണ് എൻ്റെ ഇഷ്ട ദേവത എന്ന് പറയുന്നത്. ഞാൻ ദേവി എന്നല്ല, ഞാൻ അമ്മേ എന്നാണ് വിളിക്കുന്നത്. അമ്മയായി ദേവിയെ കണ്ട് അമ്മ ഒപ്പമുണ്ട് എന്നുള്ള ചിന്തയിലാണ് ഓരോ നിമിഷവും എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. രാവിലെ ഉണരുമ്പോൾ തൊട്ട് ഉറങ്ങുന്നത് വരെയുള്ള സമയം ഒരുപാട് കുട്ടികളൊക്കെ പഠിപ്പിക്കാനുള്ളത്, അറിവ് പകർന്നു കൊടുക്കുന്നതാണ്. ദേവീ സങ്കല്പത്തിലെല്ലാം വരുന്നുണ്ട്. സരസ്വതിയും ലക്ഷ്മിയും പാർവതിയും ഭദ്രകാളിയും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു അമ്മ ആണ് എൻ്റെ ഇഷ്ടദേവത. വീടിനടുത്ത് തന്നെ ഒരു അമ്മ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ നിത്യ സന്ദർശകയാണ് ഞാൻ. ഓടി തിരുവനന്തപുരത്ത് പോയാൽ ആദ്യം പോകുന്നത് എൻ്റെ അമ്മയുടെ അടുത്തേക്കായിരിക്കും. അപ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ട് എൻ്റെ അമ്മയായിട്ട്. അപ്പോൾ ആ ഓരോരുത്തരുടെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമുക്ക് മറ്റുള്ളവരെ ഹനിക്കാത്ത ഏത് വിശ്വാസവും അല്ലേ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന ഏത് വിശ്വാസവും നല്ലതാണ്. അത്തരത്തിൽ വഴിപാടുകളും നമ്മൾ നേരും. അയ്യോ എൻ്റെ അമ്മേ എനിക്കിത് ഒന്ന് സാധ്യമാക്കി തരണേ, ഞാൻ ഇന്നത് ചെയ്തേക്കാവേ എന്ന് പറയുന്നിടത്ത് നമുക്കൊരു ആത്മവിശ്വാസം കിട്ടും. അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൃഷ്ണനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഭഗവാൻ ശിവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേ നിങ്ങളുടെ ഇഷ്ടദേവനെ ഒന്ന് മെൻഷൻ ചെയ്യോ, കമൻറ്റ് ചെയ്യോ. വേറൊന്നിനുമല്ല, നമുക്ക് മാത്രമായിട്ടുള്ളൊരു പരീക്ഷ, വിശ്വാസികൾക്ക് മാത്രമായിട്ടുള്ളൊരു പരീക്ഷയിലേക്കും വിശ്വാസികൾ മാത്രം ഇരുന്ന് പഠിക്കുന്ന ഒരു ടോപ്പിക്കിലേക്കുമാണ് നമ്മൾ പോകുന്നത് അല്ലേ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടദേവനെ അല്ലെങ്കിൽ ഇഷ്ടദേവതയെ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യും. ഓക്കെ, ശരി. അപ്പം ക്ഷേത്രങ്ങളും പ്രധാന വഴിപാടുകളിലേക്കും പോകുമ്പോൾ നമ്മൾ ഇന്ന് തുലാഭാരത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് എൻ്റെ മോനൊരു 27 വയസ്സാകാൻ പോകുന്നു. 26 ആയല്ലോ കേട്ടോ, അവനെ കൊല്ലും. 25 പൂർത്തിയായി 26 വയസ്സിലേക്ക് കടന്നു. അവനൊരു തുലാഭാരം ഞാൻ ജനിച്ചപ്പോൾ നേർന്നതാ, ഇതുവരെ നടത്തിയില്ല. ആലോചിച്ച്, അത് കൃഷ്ണൻ്റെ അടുത്താണ് നേർന്നത്. അന്ന് ഞാൻ കൃഷ്ണഭക്തിയായിരുന്നു. പിന്നീടാണ് ദേവിയുടെ അടുത്തോട്ടൊക്കെ പോയത്. അങ്ങനെ ദേവതകളെ മാറാമോ എന്ന് ചോദിച്ചാൽ മാറാം. ദേവന്മാർക്ക് അതുവരൊക്കെ അത് ക്ഷമിച്ചോളും, ഈശ്വരനല്ലേ ക്ഷമിക്കും. എന്തായാലും തുലാഭാരം എന്ന് പറയുന്നത് എന്താണ്? ഹൈന്ദവ വിശ്വാസവുമായും ക്ഷേത്ര കൽപ്പനകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തുലാഭാരം എന്ന ഒരു വഴിപാടുണ്ട് അല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭക്തനും ദൈവവും തമ്മിലുള്ള ഒരു താതാത്മ്യം പ്രാപിക്കലിൻ്റെ ഒടുവിൽ നമുക്ക് എന്തെന്നില്ലാത്ത ആത്മവിശ്വാസം ഓരോ വഴിപാട് ചെയ്തു കഴിയുമ്പോഴും ഉണ്ടാകും. നമ്മുടെ പ്രവൃത്തിയിലും അത് പ്രതിഫലിക്കും. അത്തരത്തിൽ തുലാഭാരം എന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എന്താണ് തുലാഭാരം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. തുലാഭാരം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹൈന്ദവ വിശ്വാസപ്രകാരം ക്ഷേത്രങ്ങളിൽ നടത്തുന്ന പ്രധാന വഴിപാടാണ് തുലാഭാരം. ഭക്തത്തിന്റെ തൂക്കത്തിന് തുല്യമായോ അതിൽ കൂടുതലോ ദ്രവ്യം തുലാസിൽ വെച്ച് ഭഗവാന് സമർപ്പിക്കുന്നതാണ് ചടങ്ങ്.
അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, ഭക്തന്റെ തൂക്കത്തിന് തുല്യമായോ അതിൽ കൂടുതലോ ദ്രവ്യം തുലാസിൽ വെച്ച് ഭഗവാന് സമർപ്പിക്കുന്ന ചടങ്ങ് ഏതാണ്? തുലാഭാരം. കാര്യസാധിക്ക് അല്ലെങ്കിൽ കാര്യസിദ്ധിക്ക് അനുസൃതമായി ദ്രവ്യം വ്യത്യസ്തമായിരിക്കും. ദുരിതശാന്തിക്കായും രോഗശമനത്തിനായും നടത്തുന്ന ശ്രേഷ്ഠമായ വഴിപാടാണിത്. നമുക്ക് അറിയില്ല അല്ലെ, നമ്മൾ ചിലപ്പം വിചാരിക്കും ഇന്നത് കൊണ്ട് തുലാഭാരം ചെയ്യാം, അല്ലെങ്കിൽ ഇന്നത് വെച്ചിട്ട് തുലാഭാരം ചെയ്യാം. പക്ഷേ നമ്മുടെ കാര്യസിദ്ധിക്ക് അനുസരിച്ചാണ് ദ്രവ്യത്തിൽ മാറ്റം വരുന്നത്. നമുക്ക് എന്താണോ ആവശ്യം, ആ തുലാഭാര തട്ടിലിരിക്കുമ്പോൾ ഭക്തൻ ഒരാവശ്യം മനസ്സിൽ കരുതുകയും അത് ആ ആവശ്യം തന്നെ ഭക്തിയായി സമർപ്പിക്കുകയാണ്. ആ ദ്രവ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭക്തിയായി സമർപ്പിച്ചാണ് തുലാഭാര തട്ടിലിരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. കാര്യസിദ്ധിക്ക് അനുസൃതമായി ദ്രവ്യം മാറും. എന്തൊക്കെയാണ് അങ്ങനെ മാറുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. ഈ തുലാഭാരത്തിന്റെ പിന്നിലെ ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ആദ്യമായി തുലാഭാര വഴിപാട് നടത്തിയത് ഭഗവാൻ ശ്രീകൃഷ്ണനായിരുന്നു. പുരാണ പ്രകാരം പത്നി രുക്മിണി ദേവി ഭഗവാനോടുള്ള ഉദാത്തമായ ഭക്തി തെളിയിക്കാൻ സമർപ്പിച്ച വഴിപാടായിരുന്നു ഇത്. തുലാഭാര സമയത്ത് സമർപ്പിച്ച ദ്രവ്യങ്ങൾക്കൊന്നും ഭഗവാന്റെ തട്ട് ഉയർത്താനായില്ല. ആദ്യമായി ആർക്കാണ് വഴിപാട് നടത്തിയത്? ഹിന്ദു മിത്തോളജി അനുസരിച്ച് ആദ്യ തുലാഭാര വഴിപാട് നടത്തിയതായി പറയപ്പെടുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന് വേണ്ടി. ആരാ നടത്തിയത്? പ്രിയപത്നി രുക്മിണി. അങ്ങനെ രുക്മിണിയാണ് ഈ ഒരു തുലാഭാരം നടത്തുന്നത്, ഭഗവാനോടുള്ള ഉദാത്തമായ ഭക്തി അറിയിക്കാൻ വേണ്ടി. തുലാഭാര സമയത്ത് സമർപ്പിച്ച ദ്രവ്യങ്ങൾക്കൊന്നും തട്ടിനെ ഉയർത്താൻ സാധിച്ചില്ല. ശർക്കരയായും കരിക്കായും നാളികേരം ഒക്കെ പഞ്ചസാരയായും ഒക്കെ അങ്ങോട്ട് സമർപ്പിച്ചു. പക്ഷെ ഒന്നും തട്ടുയർന്നില്ല. അവസാനം ദേവി മനസ്സിൽ സമർപ്പിച്ച ഒരു തുളസി ദളത്താലാണ് ഭഗവാന്റെ തുലാഭാര തട്ട് ഉയർന്നത്. ഇവിടെ എന്താ മനസ്സിലാകുന്നത്? തുലാഭാര ദ്രവ്യങ്ങളെക്കാൾ പ്രാധാന്യം ഭക്തിയോടെയുള്ള സമർപ്പണത്തിനാണെന്ന് ഭഗവാൻ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ഇവിടെ അവസാനം ദേവി എന്ത് ചെയ്തു? രുക്മിണി ദേവി എന്ത് ചെയ്തു? അവസാനം തൻ്റെ മനസ്സിൽ ഭക്തിയാകുന്ന ഒരു അതീവ ഭക്തിയോടുകൂടി മനസ്സാൽ സമർപ്പിച്ച ഒരൊറ്റ തുളസിയില അവിടെ വെച്ചപ്പോഴേക്കും തട്ടങ്ങ് ഉയർന്നു. അവിടെ മനസ്സിലാക്കുന്നത് സമർപ്പിക്കുന്ന ദ്രവ്യങ്ങളെക്കാൾ സമ്പത്തിനേക്കാൾ നമ്മുടെ മനസ്സിൽ അതീവമായ ഭക്തിയാണ് പലപ്പോഴും ഈശ്വരനെ ആഹ്ലാദിപ്പിക്കുന്നത്, ഈശ്വരനെ സംതൃപ്തിപ്പെടുത്തുന്നത്. അത് ആ ഒരു ദാർശനിക ചിന്ത കൂടി ഇവിടെ തരുന്നുണ്ട്. വില കൂടിയ സമ്പത്തല്ല ഈശ്വരൻ ഒരു ഭക്തനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മേൽപ്പത്തൂരിൻ വിഭക്തിയേക്കാൾ ആരുടെ? പൂന്താനത്തിൻ ഭക്തിയാണ് എനിക്കിഷ്ടം. അതായത് മേൽപ്പത്തൂരിൻ്റെ വിഭക്തി പാണ്ഡിത്യമാണ് ഇവിടെ. അങ്ങനെയുള്ള മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാളും പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്കിഷ്ടമെന്ന് കൃഷ്ണൻ ഇങ്ങനെ സ്വപ്നദർശനത്തിലൂടെ മേൽപ്പത്തൂരിനെ അറിയിച്ചു. അതുപോലെ രുക്മിണി ദേവി തൻ്റെ അതീവ ഭക്തി കൊണ്ട് സമർപ്പിച്ച ഒരു തുളസിയാണ് ആദ്യമായി എന്ത് ചെയ്യുന്നത്? തട്ടങ്ങ് ഉയർത്തുന്നത്. ഇങ്ങനെ നമ്മൾ തുലാഭാരം നടത്തുമ്പോൾ എന്തൊക്കെ ദ്രവ്യങ്ങളാണ് സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം. പഞ്ചസാര തുലാഭാരമാണ് നടത്തുന്നത്. അത് ഏത് രോഗശമനത്തിന്? പ്രമേഹ രോഗത്തിന്. ഓർത്തിരിക്കാൻ പറ്റുവേ? രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നതല്ലേ പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ. അപ്പം അത് ഓർത്താൽ മതി. പഞ്ചസാര തുലാഭാരം നടത്തുന്നത് പ്രമേഹ രോഗശമനത്തിന് വേണ്ടിയാണ്, പ്രമേഹം ശമിക്കാൻ വേണ്ടി നടത്തുന്നതാണ്. കദളിപ്പഴം തുലാഭാരം നടത്തുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് രോഗവിമുക്തിക്കാണ്. ഏത് തരം രോഗമാണെങ്കിലും കദളിപ്പഴ തുലാഭാരം നടത്തുന്നതും, അല്ലെങ്കിൽ തന്നെ കൃഷ്ണന്റെ അമ്പലത്തിൽ തുലാഭാരം നടത്തുന്നത് പലപ്പോഴും കദളിക്കുല കൊണ്ടാണ്. ഇനി വെള്ളം തുലാഭാരമായി നടത്തുന്നത് ഈ നീര് മാറാനാണ്. ശരീരത്തിലേക്ക് ഇങ്ങനെ വരുന്ന നീരില്ലേ, നീർക്കെട്ടുണ്ടാവും ശരീരത്തിൽ, അത് മാറാനാണ് വെള്ളം ജലതുലാഭാരം നടത്തുന്നത്. ചേന തുലാഭാരം നടത്തുന്നത് ത്വക്ക് രോഗത്തിനാണ്, ചർമ്മ രോഗത്തിന്, സ്കിൻ ഡിസീസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ നേരും പണ്ടുള്ളവർ ചില കുട്ടികൾക്കൊക്കെ സ്കിൻ ഡിസീസിൻ്റെ ഭാഗമായിട്ട് ഈ സർപ്പത്തിൻ്റെ പുറമില്ലേ, തോലില്ലേ, സർപ്പത്തിൻ്റെ തൊലിയില്ലേ, സർപ്പത്തിൻ്റെ പുറം തോല്, അതുപോലെ പാമ്പിൻ്റെ ചട്ട പോലെ ശരീരം, ഈ ത്വക്കൊക്കെ ഇങ്ങനെ ഉരിഞ്ഞു വരുന്ന അവസ്ഥയൊക്കെ വരുമ്പോഴത്തേക്ക് നാഗരമ്പലത്തിലേക്ക് ചേന തുലാഭാരമൊക്കെ നേരും. ഓരോ ഭക്തൻ്റെയും മനസ്സിലെ ആശ്വാസമാണ് ഓരോ വഴിപാടും എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ചേന തുലാഭാരം നടത്തുന്നത് ചർമ്മരോഗത്തിനാണ്. ഇനിയോ
ശർക്കര തുലാഭാരം നടത്തുന്നത് ഉദരരോഗത്തിന്. അപ്പൊ പഞ്ചസാര പ്രമേഹത്തിനാണ്. ശർക്കര തുലാഭാരം നടത്തുന്നതോ ഉദരരോഗം, വയർ സംബന്ധമായ അസുഖത്തിനൊക്കെയാണ് ശർക്കര തുലാഭാരം നടത്തുന്നത്. ഇളനീർ തുലാഭാരം നടത്തുന്നത് ഏത് രോഗത്തിനാണ്? ഇളനീർ തുലാഭാരം നടത്തുന്നത് മൂത്ര രോഗത്തിനാണ്. ഈ നമ്മുടെ ഇതുമായിട്ട് കിഡ്നിയായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള മൂത്രരോഗങ്ങൾക്ക് ഇളനീര് കൊണ്ട് തുലാഭാരം നടത്തും. പൂവൻ പഴം തുലാഭാരം നടത്തുന്നത് വാതരോഗത്തിന്. കദളിപ്പഴം എല്ലാ രോഗവിമുക്തിക്കും, എന്നാൽ പൂവൻ പഴമാണെങ്കിലോ വാതരോഗത്തിന് വേണ്ടിയിട്ടാണ്. കുരുമുളക് കൊണ്ട് തുലാഭാരം നടത്തുന്നത് ഹൃദ്രോഗ ശമനത്തിന്. അതങ്ങനെ ഓർത്താൽ മതി. നമ്മൾ ഈ ഗ്യാസ് ട്രബിളൊക്കെ വരുന്ന സമയത്തെ കുരുമുളക് കാപ്പിയൊക്കെ കുടിക്കത്തില്ലേ, അങ്ങനെ അങ്ങ് ഓർക്കുക. അപ്പം ഹൃദ്രോഗത്തിനാണ് കുരുമുളക് തുലാഭാരം നടത്തുന്നത്. ഉപ്പ് തുലാഭാരം നടത്തുന്നത് ഈ വിശപ്പില്ലായ്മയില്ലേ, നമ്മൾ ഈ ദഹനമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഉപ്പ് കൊണ്ട് തുലാഭാരം നടത്താം എന്ന് പറയും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞാൽ മതി. ദഹനം കിട്ടാതെ വരുമ്പോൾ വെള്ളം കുടിക്കും. അപ്പം ദഹനവുമായി ബന്ധപ്പെട്ട ദഹന പ്രക്രിയയുമായി ആമാശയ രോഗങ്ങൾ, അതുപോലെ തന്നെ വിശപ്പില്ലായ്മ ശമിക്കുക. അതായത് വിശപ്പുണ്ടാകണം. കുട്ടികളിലൊക്കെ വിശപ്പില്ലായ്മ വരും, ഒന്നും ആഹാരം കഴിക്കുന്നില്ല. അമ്മമാരുടെ ഏറ്റവും വലിയ ദുഃഖമാണ് പിള്ളേർ ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ, അല്ലേ? നമ്മളൊരു കാലഘട്ടത്തിൽ അമ്മമാരുടെ ഏറ്റവും വലിയ സങ്കടമാണ് കുട്ടി ആഹാരം കഴിക്കുന്നില്ല, കുട്ടിക്ക് വിശപ്പില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അടുത്തുള്ള അമ്പലത്തിൽ ഉപ്പ് തുലാഭാരം നടത്താം എന്നൊക്കെ ഇങ്ങനെ നേരും. അപ്പോൾ അതാണ് ഉപ്പ് തുലാഭാരം സാധാരണയായി നടത്തുന്നത് വിശപ്പില്ലായ്മ പരിഹരിക്കുന്നതിനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തുലാഭാരം തീർന്നിട്ടില്ല കേട്ടോ. തുലാഭാരത്തെ സംബന്ധിക്കുന്ന ബാക്കി കാര്യങ്ങളുമായി നമുക്ക് അടുത്തൊരു യൂട്യൂബ് ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോഴ്സ് നിങ്ങൾക്ക് ലോഞ്ച് ചെയ്ത് ഇപ്പോൾ തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ്. സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമുള്ള ബാച്ചും അതുപോലെ ഓൾ സബ്ജക്ട്സ് ബാച്ചും അവൈലബിൾ ആണ്. 10-ാം തീയതി ഏപ്രിൽ 10 ബാച്ച് ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സിൽ കാണാം. ഏവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓക്കെ.